അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കലും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ നിങ്ങൾ തീരപ്രദേശത്തിലൂടെ നടന്നു പോകണം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാകൂല. ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിയാണ്. അമ്പിയാക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊടുത്തത് സുലൈമാൻ നബിക്കാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബിയോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കടൽ പ്രദേശത്തിലൂടെ നടന്നു പോകണം, തീരപ്രദേശത്തിലൂടെ നടന്നു പോകണം, അവിടെ ഒരു അത്ഭുതം കാണാം. അങ്ങനെ സുലൈമാൻ നബിയും അനുയായികളും തീരപ്രദേശത്തിലൂടെ നടന്നു പോകുമ്പോ ആ തീരപ്രദേശത്ത് ഒന്നും കണ്ടില്ല. ആ കടലിൽ ഒരു അത്ഭുതവും കണ്ടില്ല. ഉടനെ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുയായികളാൽപ്പെട്ട ജിന്നുകളോട് പറഞ്ഞു, നിങ്ങൾ കടലിലേക്ക് മുങ്ങണം. സുലൈമാൻ നബിയുടെ അനുയായികളിൽ മുങ്ങൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു. എല്ലാ എഞ്ചിനീയർമാരും സുലൈമാൻ നബിയുടെ അനുയായികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സുലൈമാൻ നബി ഒരു മുങ്ങൽ വിദഗ്ധനായ ജിന്നിനോട് കടലിൽ മുങ്ങാൻ പറഞ്ഞു. കടലിൽ മുങ്ങി നോക്കിയപ്പോൾ ആ ജിന്നിന് ആ കടലിൽ ഒരു അത്ഭുതവും കാണാൻ സാധിച്ചില്ല. മറ്റൊരു മുങ്ങൽ വിദഗ്ധനോട് സുലൈമാൻ നബി മുങ്ങാൻ പറഞ്ഞു. അപ്പോഴും ആ കടലിൽ ഒരു അത്ഭുതവും കണ്ടില്ല. ഉടനെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന ഔലിയാക്കളിൽപ്പെട്ട ഒരു ജിന്ന് സുലൈമാൻ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. വല്ലാത്ത പവറുള്ള, വല്ലാത്ത ശക്തിയുള്ള, ആത്മീയമായ കഴിവുള്ള ഒരു ജിന്നായിരുന്നു ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്നവര്. ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന ആ ഔലിയായിനോട് സുലൈമാൻ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അത്ഭുതം കണ്ടിട്ടില്ല, എന്താണ് ആ അത്ഭുതം എന്ന് കാണിച്ചു തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് സുലൈമാൻ നബി ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന മഹാനോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കടലിന്റെ ഉള്ളിൽ നിന്ന് അത്ഭുതകരമായ ഒരു കുബ്ബ ഉയർന്നു വരുന്നുണ്ട്. കവാടങ്ങളുള്ള, ജനലുകളുള്ള, സ്വർഗീയ അലങ്കാരത്താൽ മിനുക്കപ്പെട്ട ഒരു കുബ്ബ. കുബ്ബയുടെ ഉള്ളിലേക്ക് സുലൈമാൻ നബി കയറുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കുബ്ബയുടെ ഉള്ളിലുണ്ട് ഒരു യുവാവ്, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിയുന്നത് വരെ സുലൈമാൻ നബി ആ കുബ്ബയുടെ ഉള്ളിൽ നിന്നു. നിസ്കാരം കഴിഞ്ഞു. സുലൈമാൻ നബി അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ സലാം അടക്കി. സുലൈമാൻ നബി ചോദിച്ചു, നിങ്ങൾക്ക് ഈ കുബ്ബയുടെ ഉള്ളിൽ ആരാണ് ഭക്ഷണം നൽകുന്നത്? നിങ്ങൾക്ക് വിശപ്പില്ലേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഭക്ഷണത്തിന്റെ സമയമായാൽ, എനിക്ക് വിശന്നാൽ തൊട്ടുടനെ ഭക്ഷണം ഇങ്ങോട്ടേക്ക് എത്തും. ആരാണ് എത്തിക്കുന്നതെന്ന് അറിയുന്നില്ല. എനിക്ക് നല്ല അടിപൊളിയായ, നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഈ കുബ്ബയുടെ ഉള്ളിലേക്ക് എത്തും. സുലൈമാൻ നബി വീണ്ടും ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി, എന്ന് മുതലാണ് ഈ കുബ്ബയുടെ ഉള്ളിൽ ആരാധന ചെയ്യാൻ തുടങ്ങിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബിയുടെ കാലത്താണ് ഈ കുബ്ബയുടെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഏകദേശം 2000 വർഷമായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഒരു 30, ഒരു 100, ഒരു 90 വയസ്സായി നമ്മൾ മരിച്ചു പോവുകയാണ്. അദ്ദേഹം 2000-ഓളം വർഷമായി ആ കുബ്ബയുടെ ഉള്ളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് സന്തോഷത്തോടുകൂടെ, ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് പ്രശ്നമല്ല, ഒരു രോഗമല്ല, കാഴ്ചക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലാതെ ആ കുബ്ബയുടെ ഉള്ളിൽ 2000 വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, നിങ്ങൾക്ക് ഈ വലിയ അനുഗ്രഹം ലഭിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ കുബ്ബയുടെ ഉള്ളിൽ താമസിക്കാനും ഇത്ര വർഷം നിങ്ങൾക്ക് ആയുസ് ലഭിക്കാനുമുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്ത് സൽക്രമമാണ് ചെയ്തത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, എനിക്ക് അല്ലാഹു ഇത്ര വലിയ അനുഗ്രഹം ചെയ്യാനുള്ള കാരണം എന്റെ മാതാപിതാക്കളാണ്, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, എന്റെ ഉപ്പയുടെ പ്രാർത്ഥനയാണ്. എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബേ, എന്റെ മകൻ യുവാവാണ്, എന്റെ മകൻ വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ മകന് ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് നൽകണേ. ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണെന്ന് സുലൈമാൻ നബി ഈ ചെറുപ്പക്കാരനോട് വീണ്ടും ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ ഉമ്മ ഒരു രോഗിയായിരുന്നു. എന്റെ ഉമ്മാനെ ഞാൻ സംരക്ഷിച്ചു. അങ്ങനെ ഞാൻ വിവാഹം കഴിക്കാൻ മറന്നുപോയിട്ടുണ്ട്.
എനിക്ക് വിവാഹം കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല, എന്റെ ഉമ്മാനെ സംരക്ഷിക്കണം. എന്റെ ഉമ്മയോട് ഞാൻ എന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്റെ ഉമ്മക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു, നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, താമസിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ ഞാൻ ചെയ്തു. എന്റെ ഉമ്മയുടെ സർവ്വ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഉമ്മ മരണപ്പെടുമ്പോ ഉമ്മ ദുആ ചെയ്തതാണ്, എന്റെ മകൻ ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് കൊടുക്കണേ അല്ലാ. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഈ കുബ്ബയുടെ ഉള്ളിൽ ജീവിക്കാനുള്ള കാരണം. എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ പിന്നെ എന്റെ ഉമ്മ തനിച്ചായി. എന്റെ ഉപ്പ ഒരു വാതരോഗിയായിരുന്നു. എണീക്കാൻ കഴിയൂല, നടക്കാൻ കഴിയൂല, ബാത്റൂമിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ എന്റെ ഉപ്പയുടെ സർവ്വ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. ചില ആളുകൾക്കൊക്കെ ഉപ്പ എന്ന് പറയുമ്പോ വല്ലാത്തൊരു മോശത്തര. ഉപ്പാക്കൊന്നും ചെയ്തു കൊടുക്കൂല, ഉമ്മാക്ക് മാത്രമാണ് ചില ആളുകൾ ചെയ്തു കൊടുക്കുക. ഉമ്മാക്ക് ചെയ്തു കൊടുത്താൽ മാത്രമേ സ്വർഗത്തേക്ക് പോകുള്ളൂ എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. നിങ്ങൾ കേട്ടോളിം ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. എന്റെ ഉപ്പാക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. എന്റെ ഉപ്പാക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു, നല്ല താമസ സൗകര്യങ്ങൾ ചെയ്തു. ഉപ്പയെ ഞാൻ നന്നായി പരിചരിച്ചു. അങ്ങനെ ഉപ്പ മരിക്കുന്ന സമയത്ത് രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് എന്റെ ഉപ്പ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവെ, പിശാചുക്കളുടെ ശല്യമില്ലാത്ത, ശൈത്താന്മാരുടെ ശല്യമില്ലാത്ത ഒരു സ്ഥലം എന്റെ മകന് ഇബാദത്ത് ചെയ്യാൻ നൽകണേ റബ്ബേ. കാരണം എന്താ? ഉമ്മയെയും ഉപ്പയെയും നോക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ ശരിക്കും ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഉപ്പ ദുആ ചെയ്യാണ്, അള്ളാഹുവെ, ശൈത്താന്മാരുടെ ശല്യമില്ലാത്ത, പിശാചുക്കളുടെ ശല്യമില്ലാത്ത ഒരു നല്ല സ്ഥലം എന്റെ മകന് നീ നൽകണേ അല്ലാ. അങ്ങനെ ഉപ്പ മരണപ്പെടുകയാണ്. അങ്ങനെ ഉപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു. ഞാൻ വിഷമിച്ചുകൊണ്ട് ഈ കടൽ തീരത്തിലൂടെ നടന്നു പോകുമ്പോ ഈ സ്ഥലത്ത് ഞാൻ വലിയ ഒരു കുബ്ബ കാണുകയാണ്. ആ കുബ്ബയുടെ ഉള്ളിൽ ഞാൻ കയറിയപ്പോൾ സുബ്ഹാനല്ലാഹ്, കുബ്ബ കടലിലേക്ക് താഴ്ന്നു പോയി. അങ്ങനെയാണ് ഈ കുബ്ബയിൽ ഞാൻ പ്രവേശിക്കാനുള്ള കാരണം. സുലൈമാൻ നബി ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ പോരണോ? നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരാം, രാജകീയ പട്ടം നൽകാം എന്ന് സുലൈമാൻ നബി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഇതെന്റെ മാതാവ്, എന്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അള്ളാഹു തന്നതാണ്. എനിക്ക് ഇതാണ് ഏറ്റവും വലിയ സ്വർഗം. ഞാൻ ഇനി ഇതിൽ നിന്ന് ഒരിക്കലും പുറം ലോകത്തേക്കില്ല. എനിക്കിവിടെ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാം, സുഭിക്ഷമായ ഭക്ഷണം അള്ളാഹു നൽകുന്നുണ്ട്, എന്നെ പിശാചുകൾ ശല്യം ചെയ്യൂല, എനിക്ക് ആത്മാർത്ഥമായി നിസ്കരിക്കാൻ കഴിയും, ഇബാദത്ത് ചെയ്യാൻ കഴിയുമെന്ന് സുലൈമാൻ നബിയോട് ആ ചെറുപ്പക്കാരൻ പറയുകയും അങ്ങനെ കടലിന്റെ അടിയിലേക്ക് ആണ്ടുപോവുകയാണ്. നമ്മളെ അവസ്ഥ ഒന്ന് നോക്ക്. ഇന്ന് നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ തന്നെ എത്ര വൃദ്ധസദനങ്ങളാണ്. മാതാപിതാക്കളെ പരിചരിക്കുന്നതിന്റെ പേരില്, മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകുന്നതിന്റെ പേരില് മക്കള് പരസ്പരം ശണ്ട കൂടുകയാ, ആക്രമിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത് മാതാപിതാക്കളെ പൊരുത്തം കരസ്ഥമാക്കിയാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അതാണ് ഈ ചരിത്രത്തിലൂടെ മഹാനായ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, ഉമ്മയെയും ഉപ്പയെയും ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ജീവിതത്തിൽ വലിയ ഐശ്വര്യം ലഭിക്കണമെങ്കിൽ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം വേണം, മാതാവിന്റെ പിതാവിന്റെ പ്രാർത്ഥനയാണ്. ആ ചെറുപ്പക്കാരന് ഉമ്മയുടെ പ്രാർത്ഥന ലഭിച്ചപ്പോ, ഉപ്പയുടെ പ്രാർത്ഥന ലഭിച്ചപ്പോ അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തു കൊടുത്തത്, എത്ര വലിയ ഗുണങ്ങളാണ് അള്ളാഹു ചെയ്തു കൊടുത്തത്. അത് ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തം കിട്ടിയ വലിയ ബറക്കത്ത്, വലിയ സന്തോഷം അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരികയാണ്. കുടുംബത്തിൽ ബറക്കത്ത്, ജോലിയിൽ ബറക്കത്ത്, ശരീരത്തിൽ ബറക്കത്ത്, നമ്മളെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകും ഉമ്മയെ ഉപ്പയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം വേണോ? മാതാപിതാക്കളുടെ പൊരുത്തം കരസ്ഥമാക്കാനാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മളെ മക്കളും തിരിച്ച് നമ്മളെ സ്നേഹിക്കുകയും നമ്മൾക്ക് സന്തോഷം നൽകുകയും ചെയ്യും. നമ്മൾ നമ്മളെ മാതാപിതാക്കളെ എങ്ങനെയാണോ, അവരോട് എങ്ങനെയാണോ സമീപിക്കുന്നത്, ആ രൂപത്തിൽ തന്നെയായിരിക്കും നമ്മളെ മക്കളും നമ്മളോട് സമീപിക്കുക എന്നുള്ള ഒരു ചിന്ത, ഒരു ഓർമ്മ എപ്പോഴും നമ്മളെ ഖൽബിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ അവരെ
സംരക്ഷിച്ചാൽ പരലോക മോക്ഷം അള്ളാഹു നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മോക്ഷം അത് സ്വർഗമാണ്. ആ സ്വർഗമാണെങ്കിലോ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അൽ വാലിദാനി ബാബാനി അബ്വാബും മിനൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിലെ 2 കവാടങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗം ലഭിക്കണമെങ്കിൽ ഉമ്മയെ ഉപ്പയെ സ്നേഹിക്കണം, അവരുടെ പ്രാർത്ഥന വേണം, അവരുടെ പൊരുത്തം വേണം. അല്ലാഹുവേ, മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ, അവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ, അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ, അവരെ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ വിഷമങ്ങൾ അകറ്റണേ റഹ്മാനെ, അവരെ പൊരുത്തം നൽകണേ അല്ലാ, അവരെ കുരുത്തം നൽകണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.